വെൽക്കം ടു നെക്സ്റ്റ് മീറ്റിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാ ഞങ്ങളുടെ അമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അമ്പ് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് അമ്പത്തിരുന്നാളിൻ്റെ ഒരുക്കമായിട്ട്. അപ്പോൾ നേരത്തെ കണ്ടത് അപ്പുറത്തെ വീട്ടിലായിരുന്നത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരണതാണ് കേട്ടോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും മഹത്വമുള്ള വിശുദ്ധ സഭ അങ്ങയുടെ. അത് കഴിഞ്ഞ് ചെറിയൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലാണ് കേട്ടോ. അപ്പോൾ ചൊല്ലണ ഇടയ്ക്ക് നമുക്ക് അതായത് നമ്മുടെ ബുള്ളറ്റിലുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയാണ് നമ്മളെല്ലാ വീടുകളിലും ചൊല്ലേണ്ടത് എന്നാണ് കേട്ടോ അച്ഛൻ പറഞ്ഞത്, നമ്മുടെ വികാരി അച്ഛൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ നാളുകളായിട്ട് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ് നമ്മുടെ ശീലവും. അപ്പോൾ നമ്മുടെ ഇത് ബുള്ളറ്റാണ് നമ്മുടെ ബുള്ളറ്റ് പള്ളിയിൽ നമുക്ക് ഓരോ യൂണിറ്റുകളിലേക്കും ഇങ്ങനെ ബുക്ക് അടിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബുക്കിൻ്റെ പേരെന്ന് പറയുന്നത് സ്ഥാപക ശബ്ദം എന്നാണ് കേട്ടോ. അപ്പോൾ ആ സ്ഥാപക ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾ വായിക്കണതാട്ടോ. അപ്പോൾ എല്ലാ വീടുകളിലും ഈ പ്രാർത്ഥന ചൊല്ലണം. അപ്പോൾ ഞാനങ്ങനെ വേഗം ചൊല്ലണതാട്ടോ. പ്രാർത്ഥന ഒരു പേജ് ഫുള്ളും പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥന ഞങ്ങൾ 3 പേരും കൂടി, ഞാനാണ് ഫുള്ളുമായി വായിക്കുന്നത്, എന്നിട്ട് വായിച്ചിട്ട് അതിൻ്റെ ആൻസർ ഇവർ തരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ശരിക്കും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷിക്കാനായിട്ട് ആളോട് പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ആൾ ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ അവസാനം പിതാവിനും പുത്രനൊക്കെ എത്തിച്ച് കുഞ്ഞ് നേർച്ചയുണ്ട്. അപ്പോൾ നേർച്ച ഞങ്ങൾ എടുത്ത് എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ കുറച്ച് പൈസ ഇടണം. അപ്പോൾ നമുക്ക് സാധിക്കണ പോലെ ഞങ്ങൾ 3 പേരും കൂടി ഞങ്ങൾ പൈസ വെച്ചു, അതായത് നേർച്ച. എന്നിട്ട് അതിൽ നിന്ന് എല്ലാവർക്കും ഇങ്ങനെ നേർച്ച കൊടുക്കാനായിട്ട് ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് കുറച്ച് നേർച്ച എടുത്തു. ഞങ്ങളെല്ലാവരും വീതിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഈ അമ്പ് കുറച്ച് പൂക്കളും ഞാൻ വെച്ചിട്ടുണ്ട്, കുറച്ചേ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ബുക്കും, അപ്പോൾ ഞാനതെടുത്ത് 2 കൂടി ബുക്ക് വേറൊരു ചേട്ടന് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് ആൾക്ക് പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ആൾ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. അപ്പം നാട്ടിൽ നിന്ന് മൊട്ട അകലേന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് അമ്പ് കൊടുത്ത് അങ്ങനെ ഞങ്ങൾ പോരാണ് കേട്ടോ. പോരല്ല, ഞങ്ങൾ അമ്പ് പറഞ്ഞു വിട്ടു. അപ്പം അങ്ങനെ ഈ കൊല്ലത്തെ അമ്പ് ഇത്രേ ഉള്ളൂ കേട്ടോ.